ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ? മുട്ട ബിരിയാണി. അതിന് ഞാൻ ഒരു 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഉച്ചക്കലത്തേക്ക് മാത്രം ഒരു ചെറിയ അളവിൽ വെക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ്ട് അരി ബസ്മതി റൈസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വലിയ അരിയാണ് കിട്ടിയത്, ജീര റൈസ് ഇരിപ്പില്ല. ഇതിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാനൊരു ഒരു 1.25 ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടെ ആകുമ്പം അങ്ങ് ഹെവി ആവും, അപ്പോൾ ഒത്തിരി ഒന്നും കഴിയത്തില്ല. മുട്ടയൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാനൊരു ചെറിയ അളവിൽ ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കും, മുട്ട പുഴുങ്ങിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ഞാൻ ചോറ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചു. വെള്ളം ഒന്ന് ചൂടായി വന്നപ്പം പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, വഴനയില, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് ചെറിയൊരു തിള വരുമ്പോൾ ഞാൻ അതിലേക്ക് അരിയിടും. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് വെന്ത് വരുമ്പം ഉപ്പ് കറക്റ്റായിരിക്കും. അല്പം നെയ്യും, ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് അരിയിടും. വെള്ളം നന്നായി ചൂടായി വന്നു, ഞാൻ അതിലേക്ക് അരിയിടുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഒരു 5 മുട്ടയെടുത്ത് പുഴുങ്ങിയെടുത്തു. എൻ്റെ തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു വലിയ 2 സവാള ഞാൻ ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് അതുകൂടെ ഒന്ന് എടുത്തു. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി നമുക്കിതിന് മുട്ട മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഒഴിച്ചു. ഒന്നുകിൽ ഈ നെയ്യ് തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓയിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഓയിലിൻ്റെ അളവ് കൂടുതലെടുത്തു, നെയ്യ് കുറവാണ് എടുത്തത്. ഇനി നമുക്ക് സവാള, ഞാനൊരു വലിയ 2 സവാള എടുത്തു. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പും ചേർത്ത് ഞാനൊന്ന് വഴറ്റിയെടുത്തു. ഒന്ന് വാടിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ചതച്ചത് അതിലേക്ക് ഇടണം. അതൊന്ന് ഇളക്കി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ചെടുക്കണം. ഞാനൊരു ചെറിയ തക്കാളി എടുത്തുള്ളൂ, കാരണം എൻ്റെ ആവശ്യമുള്ളായിരുന്നു, അളവ് കുറവ് മതിയല്ലോ. അതുകൊണ്ടൊരു ചെറിയ തക്കാളി നന്നായിട്ട് അരച്ച് അതിലേക്ക് ചേർത്തു. പിന്നെ നമുക്ക് മല്ലിയില, പുതിനയില കുറേശ്ശെ എടുത്ത് അതും കൂടെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് ഇളക്കി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ നിറയെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ബിരിയാണി മസാല. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് മുട്ട അതിലേക്ക് ഇടണം. മുട്ടയിട്ട് നന്നായിട്ട് ആ മസാലയെല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം. എന്നാലേ നമുക്ക് മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് തല്ലിപ്പൊത്തി അങ്ങ് വെക്കുന്ന പോലെ അങ്ങ് വെക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പം നമുക്ക് ഈ മുട്ടയും ഒന്ന് ഫ്രൈ ആവുന്ന പോലെ വരും. വേണ്ട, ഈ പരുവത്തിലൊന്നാക്കി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട. പിന്നെ നമുക്കിതിനൊരു ഗ്രേവി വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കണം. നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇത്രയും ഒരു ഗ്രേവി വന്നാൽ മതി. ആ രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളമേ ഒഴിക്കാവൂ, ചൂടുവെള്ളം ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ടു. ഈ പരുവത്തിൽ ഞാൻ വാങ്ങി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തു. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിങ്ങ് കോരിയെടുക്കണം. അതിനുശേഷം നമുക്ക് കിസ്മിസ് ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കണം, ഒന്ന് വറുത്തെടുക്കണം.
ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഇങ്ങനെ വട്ടം ചുറ്റിക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം റൈസ് അതിലേക്കിടാം. റൈസ് എല്ലായിടത്തും ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് മുട്ടയും മസാലയും എല്ലാം കൂടെ അതിലേക്ക് ചേർക്കാം. ഞങ്ങളിവിടെ 4 പേര് കഴിക്കാനുണ്ട്. ഞാനൊരു 5 മുട്ട ഒരെണ്ണം ഒരു എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ലവണ്ണം എല്ലായിടത്തും വരുന്ന രീതിയിലാക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് ഇടുക, കിസ്മിസ് ഇടുക, പിന്നെ സവാള വറുത്തതും കൂടെ അതിലേക്ക് ഇടുക. ഞാനിപ്പം മല്ലിയില ഒന്നും ഇടുന്നില്ല, ഞാൻ ലാസ്റ്റേ മല്ലിയില ഇടുന്നുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറ് സെറ്റാക്കി വെക്കുക. വീണ്ടും ബാക്കിയിരിക്കുന്ന 2 മുട്ടയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് ഞാൻ അതിൻ്റെ മുകളിലിട്ട് വെച്ച് സെറ്റാക്കി. അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടെ ഇട്ട്, സവാള വറുത്തതും എല്ലാം കൂടെ ഇട്ട് സെറ്റാക്കി. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് വീണ്ടും ബാക്കിയിരുന്ന എല്ലാം അണ്ടിപ്പരിപ്പും കിസ്മിസും സവാള വറുത്തതും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് സെറ്റാക്കി വെച്ചു. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് തേങ്ങാപ്പാൽ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി ഇതിലേക്ക് അങ്ങ് ഒഴിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരുന്ന സവാളയും കൂടെ ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു 2 മിനിറ്റ് നേരം വെക്കണം. നമുക്കൊരു ശകലം നാരങ്ങാനീരും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കണേ. എന്നിട്ട് നമുക്ക് ഇത് 2 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി നമ്മളിങ്ങനെ വാങ്ങിയാൽ മതി. ഇതാണ്ട് നോക്കിക്കേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു അല്പം നെയ്യ്, സ്വല്പം മതി നെയ്യ് അങ്ങോട്ട് വിതറിയതിന് ശേഷം മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് തുറന്നാൽ മതി. ഞങ്ങളിപ്പം ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചുള്ളൂ, കാരണം ഞങ്ങൾക്ക് കഴിക്കേണ്ട സമയമായി. അതൊക്കെ നല്ല അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നൊന്നുമല്ല, ഹരിയേട്ടനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ കൂടെ അച്ചാറും ഒന്നും ഇല്ലായിരുന്നു, ഒരു പപ്പടം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ നമുക്കിത് മതി, കാരണം ഈ മസാലയും മുട്ടയും എല്ലാം കൂടെ അല്ലേ, അതിൻ്റെ കൂടെ പപ്പടം മാത്രം മതി, വേറെ ഒന്നും നമുക്ക് വേണമെന്നില്ല. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. അപ്പം എല്ലാവരും കാണണേ.